CPM-കാർ നന്നാകുന്ന ലക്ഷണമില്ലെന്ന നിയുക്ത അമ്പലപ്പുഴ MLA ജി സുധാകരൻ. സാധാരണ കഷായം കൊണ്ട് നന്നാകില്ല, എങ്ങനെ നന്നാക്കണമെന്ന് പറയേണ്ട കാര്യം ഇനി തനിക്കില്ലെന്നും ജി സുധാകരൻ ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ജി സുധാകരൻ പാർട്ടിയിൽ നിന്ന് പോയതിന് കാരണം ഇതിനകത്തുള്ള ചില ആൾക്കാരാണ്. രണ്ടാമത് അദ്ദേഹം പോകാതെ കൂടെ നിർത്തണമായിരുന്നു. ഇത്രയധികം സീറ്റ് നഷ്ടപ്പെട്ടത് അദ്ദേഹം പോയതുകൊണ്ടാണ്. ആ കൂട്ടത്തിൽ ആരോ ഒരാൾ പറഞ്ഞു നേരത്തെ കളയേണ്ടതായിരുന്നു. അത് ശരിയാ, ഞങ്ങൾ പാർട്ടി പോലും ചേർക്കാൻ പാടില്ലായിരുന്നു. കളയേണ്ടതല്ല, പാർട്ടി പോലും ചേർക്കാൻ പാടില്ലായിരുന്നു. മൂട്ടിക്കുകയും കക്കുകയും വെള്ളമടിക്കുകയും ചെയ്തവർ മാത്രം മതി, പാർട്ടി മതിയല്ലോ. അങ്ങനെയുള്ള സെക്രട്ടേറിയറ്റ് മെമ്പറായിരിക്കും പറഞ്ഞത്. ആരാന്ന് എനിക്കറിയത്തില്ല. ആരായാലും ഒരാളെ മുൻകാല പ്രാബല്യത്തോടെ പുറത്താക്കാൻ പറ്റുമോ? മുൻകാല പ്രാബല്യത്തോടെ ആരെങ്കിലും ഏതെങ്കിലും പാർട്ടി പുറത്താക്കാൻ പറ്റുമോ? വല്ല വിവരമുണ്ടോ? ഒരു തെറ്റ് ചെയ്താലല്ലേ പുറത്താക്കാൻ പറ്റും. പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയും പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസും സ്റ്റേറ്റ് സമ്മേളനവും മറ്റു റെസൊല്യൂഷനും പറയുന്ന തെറ്റുകൾ പാർട്ടിക്കകത്ത് കാണിക്കുന്ന ധാരാളം പേരുണ്ടെന്നാണ് അതിനകത്തൊക്കെ പറയുന്നത്. അതിനെതിരെ പാർട്ടി ഫൈറ്റ് ചെയ്യുകയും അത്തരക്കാരെ തിരുത്തുകയും വേണം. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ട്. അത് പാർട്ടിക്കെതിരാണെന്ന് പറയുന്നവർ പാർട്ടിക്കെതിരായി പ്രവർത്തിക്കുന്നവരാണ്. പാർട്ടി എന്താ നമുക്കറിയില്ല. അതൊന്നും ഇത്രയും പേര് കൂടിയിട്ടൊന്നും അഭിപ്രായം ചോദിക്കേണ്ട കാര്യമില്ല. അത്രയേ ഉള്ളൂ. ഒരാളാരോട് പറഞ്ഞാൽ മറ്റുള്ളവരൊന്നും അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അവർ പറയുന്നുണ്ടല്ലോ, ഞങ്ങളുടെ ജി സുധാകരൻ, നാസറ്, പിന്നെ ആരാ, ഇങ്ങനെ 4-5 പേരുടെ പേരാണ് അയച്ചത്. അതൊക്കെ അംഗീകരിച്ചിരുന്നെങ്കിൽ ഈ സീറ്റൊക്കെ ജയിക്കുമായിരുന്നു എന്ന് മനോരമയിൽ അങ്ങനെ കണ്ടല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ ആൾക്കാർ. താമസിച്ചാണെങ്കിലും അവർക്കത് ബോധ്യപ്പെട്ടത് മതി. താമസിച്ചായാലും ബോധ്യപ്പെട്ടല്ലോ. എൻ്റെ അച്ഛന് ഒരു LC മെമ്പറെ കൊണ്ട് വിളിപ്പിച്ചാൽ ഞാൻ പിന്നെ ആ പാർട്ടി നിൽക്കുമെന്ന് ഒറ്റ ക്വസ്റ്റ്യൻ മറുപടി പത്രക്കാർ പറഞ്ഞു. ലോക്കൽ കമ്മിറ്റി മെമ്പറല്ലേ വിളിച്ച കരിവാടിയിൽ കള്ളർ ഷാപ്പിലിരുന്നല്ലേ അവൻ ഫേസ്ബുക്കിൽ ആ കുറിപ്പിട്ടത്? കള്ളർ ഷാപ്പിലിരുന്നല്ലേ, അവിടെ LC സെക്രട്ടറി ആയിട്ട് ഇരുന്നിട്ടല്ലേ ഇട്ടത്? അപ്പൊ സ്വന്തം അച്ഛനെ ബഹുമാനമുള്ളവരാരും പിന്നെ നിൽക്കത്തില്ല. അത്രയേ ഉള്ളൂ. ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതൊന്നും നന്നാവുന്ന ലക്ഷണമല്ല. നന്നാവണമെങ്കിൽ സാധാരണ കഷായം കൊണ്ട് നന്നാവില്ല. അതെങ്ങനെ നന്നാക്കണമെന്ന് പറയേണ്ട കാര്യം ഇനി എനിക്കില്ല. എനിക്ക് ചെയ്യാവുന്ന സേവനമെല്ലാം 63 വർഷം ചെയ്തു. അങ്ങനെ അവിടെ സേവനം നടത്താൻ പറ്റാത്തൊരു അന്തരീക്ഷമാണ്. 4 നൂറ്റാണ്ട് മുമ്പ് മരിച്ചുപോയ എൻ്റെ അച്ഛനെ വരെ ചീത്ത വിളിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് ഞങ്ങൾ കോടീശ്വരരുടെ ആൾക്കാർ. കോടീശ്വരൻ്റെ അച്ഛനാണ് എൻ്റെ അച്ഛൻ. മനസ്സിലായോ? ഒന്നും നിങ്ങൾക്കാർക്കും മനസ്സിലായിട്ടില്ല ഇതുവരെ. നിങ്ങൾ ഏതെങ്കിലും മാധ്യമപ്രവർത്തനം കണ്ടുപിടിച്ച് എഴുതിയോ? ഇല്ലല്ലോ. ചാരുമൂട്ടിൽ എഴുതിയില്ലല്ലോ. ചാരുമൂട്ടിലുള്ളവർക്കറിയാമല്ലോ ഭുവനേശ്വരൻ്റെ അനിയനാണെന്ന്. ഭുവനേശ്വരൻ എക്സാക്ഷി ആയത് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയാം. ഇവർക്ക് വല്ലതും അറിയാം? കേസുകാരാണ് കൊന്നോന്നുള്ളത് ശരിയാ, പക്ഷെ കൊല്ലാനുള്ള സാഹചര്യം ഉണ്ടാക്കിയതാരാ? ക്ലാസ് മുറിയിൽ കണ്ണിൽ ചങ്ങല കൊണ്ട് അടിച്ചു കെട്ട് അധ്യാപകരുടെ ക്ലാസ് മുറിയിൽ കരഞ്ഞുകൊണ്ടിരുന്ന അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന SFIക്കാരല്ലേ. അവർ ജനലിന് വേണ്ടി രക്ഷപ്പെട്ടൊക്കെ പോയില്ലേ അവരെ അവിടെ ഇരുത്തിയിട്ട്? പുറകെ വന്നു മറ്റവർ. ഇവരെയാണ് കണ്ടത്. മനസ്സിലായോ? ഞാൻ ഇപ്പോഴാണ് പറഞ്ഞു, മുമ്പൊന്നും പറഞ്ഞിട്ടില്ല. ഭുവനേശ്വരൻ്റെ കാര്യത്തിലൊന്നും ഇവരാരും മുതൽ കണ്ണിനോട് കണ്ട. കേസ് മുഴുവൻ പറഞ്ഞത് ഞങ്ങളുടെ കാശ് കൊണ്ടും ഞങ്ങളുടെ വീട്ടിലെ തടി വെറ്റുമൊക്കെയാണ്. ഇതൊക്കെ പറയിപ്പിക്കണം. അതിനൊന്നും ഒരു പരാതി ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ആരോട്. ഇന്നേ വരെ വെളിയിൽ വന്നതിന് ശേഷമല്ലേ. എന്നെ പണ്ടേ പുറത്താക്കണമായിരുന്നു. ഓരോരുത്തർ ഉദ്ദേശിക്കുമ്പോൾ ഓരോരുത്തരെയും പുറത്താക്കണതിന് കാരണം വേണം. ഇങ്ങനെ പറഞ്ഞവർ മാത്രം മതി ഇതിനകത്ത്. നിങ്ങളവിടെ നിന്ന് വേണമെങ്കിലും ചെയ്തു. ആർക്കും ഒരു ശല്യം. ജനം കൂടെ ഉണ്ടാവില്ല, അത് മാത്രമേ ഉള്ളൂ. കാണിച്ചു തന്നെ ജനം കൂടുതൽ ഉണ്ടാവില്ല. ജനം കൂടെ ഉണ്ടാവണമെങ്കിൽ പണ്ട് പ്രവർത്തിച്ചോളം പ്രവർത്തിക്കണം. ജനങ്ങളുടെ ഇടയിൽ എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്നുള്ളത് ഞങ്ങളവ കാണിച്ചു തന്നിട്ടുണ്ട്. ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ തല പോകുന്ന സാഹചര്യത്തിൽ പോലും ഞങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി ഉറച്ചു തന്നവരാണ് കുട്ടനാട്ടിൽ. എപ്പോഴാണ് തല പോകണമെന്ന് അറിയത്തില്ല. ആക്രമണം നടക്കാം അവിടെ. ബോംബ് വേറെ പാർട്ടി ബസ് കത്തിക്കാൻ. ഞങ്ങളവിടെ ഉറച്ചു തന്നവരല്ല. ഞങ്ങളെപ്പറ്റി ഇങ്ങനെയാണോ പറയേണ്ടത്? ഇതൊക്കെയാണോ പറയേണ്ടത്? ഞാൻ CPM എന്ന് പറയുന്ന പാർട്ടിക്കെതിരെ ഒന്നും ഇതുവരെ പറഞ്ഞില്ലല്ലോ. CPM എന്ന് പറഞ്ഞ് CPMൻ്റെ ആശയങ്ങളല്ലാതെ വൃത്തികെട്ട ആശയങ്ങൾ, മുതലാളിത്ത ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന സ്ഥാനമോഹികളും സാമ്പത്തിക മോഹികളുമായ ആൾക്കാർ ഈ പാർട്ടിയെ ഇടപെട്ട് നശിപ്പിക്കുന്നതിനെ പറ്റിയാണ് സംസാരിച്ചത്. അത് മറ്റു പാർട്ടിക്കാരും വിമർശിക്കുന്നുണ്ട്. നന്നാവാൻ വേണ്ടിയാ. ഒന്നാമനെ തെളിവല്ല. അതുകൊണ്ട് സെക്രട്ടേറിയറ്റിൽ ആരെന്ത് പറഞ്ഞു എന്നുള്ളത് പത്രം വഴി വായിച്ചതോടെ ഈ പറഞ്ഞത് ആരാണെന്നുള്ള പേര് പറയുകയാണെങ്കിൽ ഞാൻ അയാളെ വിവരം കൊടുക്കുന്നത് പറയും.
എന്ന് കണ്ടുപിടിക്കും. CPM-കാർ നന്നാകുന്ന ലക്ഷണമില്ലെന്ന നിയുക്ത അമ്പലപ്പുഴ MLA ജി സുധാകരൻ. സാധാരണ കഷായം കൊണ്ട് നന്നാകില്ല, എങ്ങനെ നന്നാക്കണമെന്ന് പറയേണ്ട കാര്യം ഇനി തനിക്കില്ലെന്നും ജി സുധാകരൻ ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ജി സുധാകരനെ 2 വർഷം മുമ്പ് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടതായിരുന്നുവെന്ന CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അഭിപ്രായം പറഞ്ഞവരും സ്ഥാനമോഹികളുമാണ് പാർട്ടിയെ നശിപ്പിക്കുന്നതെന്ന് ജി സുധാകരൻ പറഞ്ഞു. മോഷ്ടിക്കുന്നവരും വെള്ളമടിക്കുന്നവരും മാത്രം മതി പാർട്ടിക്കുള്ളിൽ. തനിക്ക് ചെയ്യാവുന്ന സേവനമൊക്കെ 61 വർഷം കൊണ്ട് ചെയ്തു. ലോക്കൽ കമ്മിറ്റി അംഗത്തെ കൊണ്ട് തന്റെ അച്ഛനെ വരെ ചീത്ത വിളിപ്പിച്ചു. സ്വന്തം അച്ഛനെ ബഹുമാനിക്കുന്ന ആരും പിന്നെ പാർട്ടിയിൽ നിൽക്കില്ലെന്നും ജി സുധാകരൻ പറഞ്ഞു. ആരെങ്കിലും ഉദ്ദേശിക്കുമ്പോൾ ഒരാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനാകില്ല. മുൻകാല പ്രാബല്യത്തോടെ പുറത്താക്കാൻ പറ്റുമോ? അതിന് കാരണം വേണം. പാർട്ടിക്കെതിരെ താനൊന്നും പറഞ്ഞിട്ടില്ല. സ്ഥാനമോഹികൾക്കെതിരെയാണ് പറഞ്ഞത്. അവരെ നന്നാക്കാൻ എളുപ്പമല്ല. എന്തു വേണമെങ്കിലും ചെയ്തോട്ടെ, പക്ഷെ ജനം കൂടെ ഉണ്ടാകില്ലെന്നും ജി സുധാകരൻ പറഞ്ഞു.